ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫോട്ടോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമല്ല, ചെറിയൊരു 2-3 ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം ആ ഏട്ടനെ കൊണ്ട് ഫോട്ടോഗ്രാഫറാണ്. പിന്നെ ആ ഏട്ടനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുള്ള. ഇപ്പം ഇങ്ങോട്ട് നോക്ക്, ഉള്ള കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? അത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകലാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ്. മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് മെയ് 15-ാം തീയതി. അപ്പോൾ അതിന് 2 ദിവസം മുന്നേ ആയിട്ട് നമ്മൾ അവളെ 2-3 ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ നമ്മളങ്ങനെ കാര്യമായിട്ട് എല്ലാവരും ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ബർത്ത്ഡേ പാർട്ടി അങ്ങനെയെല്ലാം ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഫാമിലി മാത്രമായിട്ടുള്ള, നമ്മൾ വീട്ടിലുള്ളവർ മാത്രമുള്ള ഒരു എന്താ പറയുക, ഫംഗ്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. അത് ബർത്ത്ഡേ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ വന്നത് നാട്ടിൽ തന്നെയുള്ള ഒരു മമ്പർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അവിടെയാണ്. അപ്പം ഈ ഫോട്ടോ എടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ കാണാം. പാർക്കിലേക്ക് നമ്മൾ കയറുന്നതാണ്. പാർക്കിൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ വൈകുന്നേരം ആയതുകൊണ്ട് എല്ലായിടത്തും ആൾക്കാരാണ്. ഉറങ്ങി എണീച്ചതാണ്. എവിടെ എത്തി നമ്മള്? ഏട്ടനുണ്ടാ? ഇതെന്നാ നോക്കുമോളെ? ഒന്നും മനസ്സിലായില്ല. ഇതെന്നാ ഈ കാണുന്നത്? ചിരിക്കുന്ന ഇരിക്കുന്നില്ലേ? അവളെ കാല് നീട്ടിട്ടല്ലേ വെച്ച? ഓ ഇതേടെ ഇരുന്നിനല്ലേ നമ്മള്? എന്തെങ്കിലും പൂക്കളോ എന്തെങ്കിലും ഇതെന്നാ സാധനം? എടുത്തോ, അതെടുത്തോ. ഈ പുല്ലിലെത്തിയിട്ട് ഫോട്ടോ എടുക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ പുല്ലിലൊക്കെ ഇരുന്നത്. അത് അവക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. പിന്നെ അവക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെയല്ല അതൊന്ന് ചിരിപ്പിച്ചത്. കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവ് ആയിരുന്നാലും മാത്രമല്ലേ നമുക്ക് നല്ല പിക്ക് കിട്ടുള്ളൂ. പക്ഷെ ഹെൽഗിന് നല്ല കരച്ചിലായിരുന്നു. അവൾ ഫോട്ടോസ് എടുക്കാൻ വിടുന്നേയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അബദ്ധം പറ്റിയതാണ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയ ടൈം വൈകുന്നേരമാണ്. അപ്പൊ ഇരുട്ടുന്നതിന് മുന്നേ ഫോട്ടോ എടുത്ത് കഴിയണം. വൈകുന്നേരം പോയ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫറിന് വേറൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവരത് കഴിഞ്ഞിട്ട് വരുന്ന ടൈമാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തത്. പോകുന്ന സമയത്ത് എന്ന് വെച്ചാൽ മോള് ഉറക്കം എണീച്ചിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഉറങ്ങി എണീച്ചോടെ അവൾ എന്തായാലും ഫുഡ് കഴിക്കില്ല. അപ്പം നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് പോയിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടുന്ന് അവൾക്ക് വിശന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കയ്യിൽ കരുതിന്. വീട്ടിൽ നിന്ന് പാർക്കിലേക്ക് ഒരു 20 മിനിറ്റ് ഉണ്ട്. അപ്പം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ വണ്ടിയിൽ നിന്ന് വീണ്ടും ഉറങ്ങി. അപ്പോൾ ഉറങ്ങി എണീച്ച 2 പ്രാവശ്യം ഉറങ്ങി എണീച്ചതിൻ്റെ ആ ഒരു ക്ഷീണവും, പിന്നെ അവൾക്ക് കുറേ വൈകുന്നേരം ആയതുകൊണ്ട് പാർക്കിൽ നിറയെ ആൾക്കാരാണ്, കുറേ ആൾക്കാരെ കണ്ടിട്ടുള്ള പ്രശ്നങ്ങളും അതെല്ലാം ഉണ്ടായിരുന്നു. പുല്ലിലിരുന്നിട്ടൊന്നും അവൾ ഫോട്ടോ എടുക്കാൻ വിടുന്നേയില്ല. പെട്ടെന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അവൾ പിടിച്ചു നിൽക്കാനും പിടിച്ചു നടക്കാനൊക്കെ തുടങ്ങി. അപ്പൊ അവിടെ നിർത്തിച്ചിട്ട് ഫോട്ടോ എടുക്കാലോ എന്ന് വിചാരിച്ചു. അത് അവൾക്ക് പ്രശ്നമൊന്നും ഇല്ലേനു. അങ്ങനെ കുറച്ച് ഫോട്ടോസ് കിട്ടി. കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ഫോട്ടോസ് എടുക്കാൻ പോകുമ്പോൾ എന്തായാലും നമ്മൾ അവരെ ഫുഡ് ഉറക്കം എല്ലാം കറക്റ്റ് ആക്കണം. പിന്നെ പ്രത്യേകിച്ച് ഒരു ടൈം പ്ലാൻ ചെയ്യാണ്ട് അവരെപ്പോഴാണോ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് എന്നേരത്ത് എടുക്കാനേ പറ്റും. അല്ലാതെ നമ്മൾ എന്തൊക്കെ ശ്രമിച്ചിട്ടും അവര് ഫോട്ടോസ് എടുക്കാൻ വിടുവൊന്നുമില്ല. അവൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അവളെ ഉറക്കത്തിന്റെ ആ പ്രശ്നങ്ങളൊക്കെ മാറി അവൾ ഫുഡ് കഴിക്കാൻ ഓക്കെയാന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തു.
വിശപ്പ് മാറിയാ? വാവേ ഇതാ ഏട്ടന്റെ മോനെ ഏട്ടെ അഗ്നി വാവേ ഇങ്ങോട്ട് നോക്ക് മോളെ ഇങ്ങോട്ട് നോക്ക് അമ്മേനെ നോക്ക് പോകാ ബ്ലോഗിങ് അവസാനിപ്പിക്കുന്നില്ലേ? മോളുടെ ഫസ്റ്റ് പിറന്നാളിന് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ നമ്മളെ ഫ്രണ്ടായ സരിഞ്ഞാണ് വിളിച്ചത്. സരിന്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ നന്നായിട്ട് ഫോട്ടോ എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ കുട്ടി എന്ന് പറഞ്ഞ് കുറച്ച് ഉറങ്ങാത്തോണ്ട് കുറച്ച് ഉഷാറില്ലായിരുന്നു, ഫുഡ് കഴിക്കാത്തോണ്ട്. പിന്നെ അപ്പോൾ അവനിത് ഫ്രീ ആയിട്ടാണ് എടുത്തത്. നമ്മളെ ചാനലിൽ ആർക്കെങ്കിലും ചെറിയ പൈസക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കോണ്ടാക്ട് SM വെഡിങ് അവന്റെ സരിൻ മാന്തേരി. ലിങ്ക് കൊടുക്കാം. ഇനി നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടുള്ള ഇതൊക്കെ പറ്റിയ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ റൈസ് എന്നാ ഇപ്പൊ സുഖാവുന്നതിന് ഊതുന്നോ? എന്നാ എവിടെയാ എവിടെ ഇനി പോന്ന് നിക്കുന്ന? ഇപ്പൊ എനിക്കൊരു അച്ഛൻ വന്ന് ഏട്ടൻ വന്നതിന് നേരത്താ ഫോട്ടോ എടുക്കാൻ പോയാലോ? ഇനി എന്താ പറഞ്ഞേ? അന്നേരം എന്റെ ചിരിയടിയോ പോയെ? അന്നേരം എന്റെ ഏട്ടനടിയോ പോയ നിക്ക് എടിയോ പോയ എന്റെ ഏട്ടൻ? അന്നേരം കളിയടിയോ പോയെ? എന്റെ പിറന്നാള് നല്ലൊരു ഫോട്ടോ എടുക്കണ്ടിട്ട് കരിയാൻ പോയതല്ലേ? ഫോട്ടോ എടുത്തിനനുസരിച്ച് എന്നാലും ചിരിച്ചിട്ടില്ല. മിണ്ടൂല. പോട് പോട് പോന്നോ? അങ്ങനെ ബാ 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 ആട്ടാ ആട്ടാ ഇതാ അങ്ങനെ അങ്ങനെ ഒരു ഉമ്മ ഇന്നത്തെ ദേഷ്യം മാറ്റാം. ഒരു ഉമ്മ കൊടുക്ക അച്ഛന്. ഒരു ഉമ്മ ഉമ്മതാ ഉമ്മതാ ഉമ്മയില്ല. ഉമ്മ 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 ഒന്നും കൂടി ഒരു മിനിറ്റ്. അങ്ങനെ നമ്മള് ഫോട്ടോയിൽ എടുത്തിട്ട് വീട്ടിലെത്തി. ഇവിടെ എത്തിയാലും പിന്നെ അവള് നല്ല ചില്ലായി, ഭയങ്കര കളിയും ചിരിയല്ലായി. ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാത്രം കുറച്ച് ഡൗൺ ആയിട്ടേ ഉള്ളൂ. പിന്നെ വീട്ടിലെത്തിയാലും ഫുൾ സെറ്റായി. പിന്നെ ഫോട്ടോസ് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ച പോലെ എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ മോള് ഭയങ്കര കരച്ചിലിരുന്നു. പിന്നെ കുറെ ആളുള്ള സ്ഥലം, പിന്നെ അതുപോലെ അവള് ഫുഡ് കറക്റ്റ് കഴിച്ചിട്ടില്ല, ഉറക്കത്തിന്റെ പ്രശ്നം. അങ്ങനെ ആയതുകൊണ്ട് ചെറുതല്ലേ, അപ്പൊ നമ്മൾ പറയുന്ന പോലെയല്ല, നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. പക്ഷെ ഒരു 2-3 വീക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നത്. എന്നാലും പിന്നെ നമ്മൾ കുറച്ച് റീൽസും അങ്ങനെയെല്ലാം എടുത്ത് അങ്ങനെയെല്ലാം ഇത്രയൊക്കെയാണ് നമ്മളെ ഫോട്ടോ എടുക്കുന്ന വ്ളോഗിങ്ങിനെല്ലാന്ന്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം.